ജിയോ ടോപ്പിക്കിലെ 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നങ്ങളാണ് നോക്കുന്നത്. ക്ലച്ച്, മേപ്പിൾ, സായു ഇത് ഓരോന്നും ഓരോ രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ക്ലച്ച്, അത് അമേരിക്കയുടേതാണ്. ക്ലച്ച് എന്ന ബാൾഡ് ഈഗിൾ, അമേരിക്ക. അടുത്തത് മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നു. സായു എന്ന ജാഗർ മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നു. ഇനി മേപ്പിൾ, അത് കാനഡയെ പ്രതിനിധീകരിക്കുന്നു. മേപ്പിൾ എന്ന് പറഞ്ഞാൽ കടമാൻ അല്ലെങ്കിൽ മൂസ് എന്ന് പറയും. വേദികൾ നമ്മൾ മുന്നേ തന്നെ പഠിച്ചതാണ്. മെക്സിക്കോ, കാനഡ, US. 2026 മുതൽ ലോകകപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. 48 രാജ്യങ്ങൾ പങ്കെടുക്കും. 2026 മുതൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കും. അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറയാം. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നങ്ങളാണ് ക്ലച്ച്, മേപ്പിൾ, സായു. അതിൽ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത് ക്ലച്ച് എന്ന ബാൾഡ് ഈഗിൾ, മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നത് സായു എന്ന ജാഗർ, കാനഡയെ പ്രതിനിധീകരിക്കുന്നത് മേപ്പിൾ എന്ന കടമാൻ അല്ലെങ്കിൽ മൂസ് എന്ന് പറയും. അതുപോലെ വേദികൾ ഓർത്ത് വെക്കുക. മെക്സിക്കോ, കാനഡ, US. 2026 മുതൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുള്ളതും ഓർത്ത് വെക്കുക.